അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടെ പോലീസിനെയും മാധ്യമങ്ങളെയും മുൻകൂട്ടി അറിയിച്ച് ഇവിടെ ഒരു വിഷയമുണ്ട് എന്ന് വരുത്തി തീർത്ത് ഇതൊരു വലിയ വാർത്തയാക്കി തീർത്ത് SFIക്കെതിരെ വീണ്ടും ഒരു അക്രമ വാഴ്ച ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ക്യാമ്പസിൽ ഈ സമയം വരെയായിട്ട് ഇത്രയും കാലത്തിനിടയിൽ SFIയുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലും ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഇന്നിവിടെ സംഭവിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ കാര്യം എന്ന് പറയുന്നത് SFIയുടെ പ്രവർത്തനം പ്രത്യേകിച്ച് പോളിയിലെയും ITയിലെയും വിദ്യാർത്ഥികൾ ചോരയൊലിച്ചാണ് ഈ ക്യാമ്പസിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോയത്. ഇപ്പോൾ KSUവിൻ്റെ ഏതോ പ്രവർത്തകൻ്റെ കാര്യമാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അയാൾ KSU ഒന്നുമല്ല, അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ ആൾ SN കോളേജിൽ യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ മണ്ഡലം പ്രസിഡന്റാണ്. അതെ അതെ അതെ, അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കറിയാം. അല്ല, അത് സ്വാഭാവികമായിട്ടും പോലീസും ഉൾപ്പെടെ ഞങ്ങളിൽ ഒരാൾ ആക്രമിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന അല്ല, ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഒരാൾ പിന്നെ തലപൊട്ടിയാണ്. പറയട്ടെ, അല്ല നിങ്ങളിപ്പോ രോഷാലുകരായി നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവേണ്ട പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ നിങ്ങളുടെ ഇതേ ക്യാമറയുടെ കൺമുന്നിൽ നിന്ന് ഒരു മിനിറ്റിന് മുന്നോടിയായിട്ടാണ് തല പൊട്ടി ചോര ഒലിച്ച് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത്. അയാൾ 17 വയസ്സുകാരനാണ്. അയാൾക്ക് അതെ, KSUക്കാരല്ലാതെ മറ്റാരും ഇവിടെ നിന്നിട്ടില്ലല്ലോ. ഇവിടെ പുറത്തുനിന്ന് വന്നിട്ടുള്ളത് KSUവും പോലീസുമാണ്. ഇപ്പോൾ KSUവിനെ ആക്രമിച്ചത് SFI ആണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണല്ലോ ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള ഒരു അക്രമം നടത്തുന്ന കാര്യം എന്തായാലും ഇവിടെ ഞങ്ങൾക്കില്ല. ഇവിടെ പോലീസും ഉണ്ടായിട്ടുണ്ട്. ആ നിലയിൽ തന്നെ അവർ ഇതിൻ്റെ ഉള്ളിൽ വലിയ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അവർ പ്രഖ്യാപിച്ചാണ് ഇവിടെ വന്നത്. അതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് എല്ലാവർക്കും വിവരം തന്നത് KSU ആണെന്ന് 100% ഉറപ്പ് എനിക്കുണ്ടല്ലോ. എനിക്ക് മനസ്സിലായി. അല്ല, അങ്ങനെ ന്യായമല്ല. ഇതൊരു ഇഷ്യൂ ആയി ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളത് അതിനൊരു ന്യായമാണ്. അത് നിങ്ങൾ തിരിച്ചറിയണം. അല്ല, അങ്ങനെയല്ല. അങ്ങനെ ക്രൂരമായി പരിക്കേറ്റു എന്നുള്ളത് മെഡിക്കൽ അദ്ദേഹത്തിന് പരിക്കൊന്നും ഉണ്ടായി കണ്ടിട്ടില്ല. ഒന്നും ഞാൻ ഇതിലൂടെ പോകുന്നു. അല്ല, അത് സ്വാഭാവികമായിട്ടും മെഡിക്കൽ കാര്യങ്ങളാണ്. എനിക്ക് അതല്ല പരിധിയില്ല. നിങ്ങൾ സ്വാഭാവിക അക്രമമൊന്നുമല്ല. SFI എന്തായാലും അദ്ദേഹത്തെ ആക്രമിച്ചില്ല. അദ്ദേഹം ഇവിടെ എനിക്ക് തോന്നുന്നു അക്കാഡമിക് ഇയർ തുടങ്ങിയിട്ട് ഇപ്പോൾ 7-8 മാസമായി. ഇതുവരെ അദ്ദേഹത്തെ ആരും ആക്രമിച്ചിട്ടില്ല. ഇന്നൊരു പ്രത്യേക ദിവസത്തിൽ ആക്രമിക്കേണ്ട കാര്യം SFIക്കില്ല. കോടി പറിച്ചു കളഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും SFI ആ നിലയിൽ ഇടപെട്ടിട്ടില്ല. ഇവിടെ ഒരു അതെ, അതിനെക്കുറിച്ചുള്ള കാര്യം SFI പ്രവർത്തകർ എന്തായാലും അങ്ങനെ ഞങ്ങൾ എന്തായാലും ഒരു കൊടി അല്ല ഞങ്ങൾ എന്തായാലും അത്തരത്തിൽ പോയി SFI ജില്ലാ സെക്രട്ടറിയായി ഞാൻ നിങ്ങളോട് അത് ഞങ്ങൾ പറിച്ചു കളഞ്ഞു എന്നൊന്നും ഞങ്ങൾ എവിടെ അവകാശപ്പെട്ടില്ല. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുമില്ല. ഞങ്ങളല്ല അങ്ങനെ ഒരു തടസ്സമില്ല. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ SFIയോട് ഒരു സമരം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ എല്ലാവരും ഉണ്ടില്ലേ? ഈ പറയുന്ന വ്യക്തികളടക്കം ആ പ്രിൻസിപ്പലിന്റെ റൂമിനോട് ആ പരിസരത്തോട് നിങ്ങളോടുള്ള സംസാരിച്ചിട്ട് പോയുള്ളത്. അങ്ങനെ ഒരു വൈരാഗ്യം അടിക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്താ ആഘാതത്തിൽ ചെയ്യണമെന്ന് ഇവിടെ നമ്മൾ വരുന്നു, നമ്മളിവിടെ വെല്ലുവിളിക്കുന്നു. നമ്മൾ വിദ്യാർത്ഥികൾ സമരമായിട്ട് വരുമ്പോൾ KSUവിനെ പുറന്ന ആൾക്കാർ വേണ്ടി വെല്ലുവിളിക്കാം. കുറച്ച് കഴിയുമ്പോൾ ഈ മതിൽ കൊള്ളിട്ട് അത് നിങ്ങൾ മാധ്യമങ്ങൾ കണ്ടില്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ ഈ മാധ്യമങ്ങൾ അത് കണ്ടില്ലേ? ആ മതിൽ തുള്ളിട്ട് ഓടി വരുന്ന ആൾക്കാരെ ആരെയപ്പോ ഈ സംഘർഷം ഉണ്ടാക്കിയത്? ഒരു പക്ഷപാതപരമായ റിപ്പോർട്ടിംഗ് ഉണ്ടാവുന്നു. വിദ്യാർത്ഥികൾക്ക് തന്നെ തോന്നുന്ന തരത്തിലേക്ക് നിങ്ങൾ മാറരുത് എന്നുള്ള അപേക്ഷയാണ് നിങ്ങളോടുള്ള. മാധ്യമധർമ്മങ്ങൾ മറക്കരുത്. ഒറ്റ കാര്യം മാത്രമേ ഞങ്ങൾ കൂടെ പറയാനുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ ഒരു സംഘർഷത്തിന് താല്പര്യമേ ഇല്ല. ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടുമില്ല. പക്ഷെ ഇവിടെ അക്രമം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി പോലീസിനും മീഡിയാസിനും വിവരം കൊടുത്തിട്ടാണ് അവരിവിടെ എത്തിയത്. അതിനർത്ഥം അക്രമം ആവശ്യം അവരുടേതാണ്. ആ അജണ്ട പല വിധത്തിൽ അവർ പ്രാവർത്തികത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടാവാം. അങ്ങനെയൊന്നുമില്ല. യൂണിറ്റ് ഉണ്ടല്ലോ, യൂണിറ്റ് പ്രസിഡന്റ് ഉണ്ട്. നിങ്ങളിപ്പോൾ റിപ്പോർട്ട് ചെയ്ത യൂണിറ്റ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ ആൾ യൂണിറ്റ് രൂപീകരിച്ച് യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടും ഭാരവാഹികൾ ഇവിടെ ഉണ്ട്. അവർ 2-3 പേര് ഇവിടെ ഉണ്ട്. അവരിവിടെ സജീവമായി അവരുടെ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതിലൊന്നും ആരും ഇവിടെ അങ്ങനെ ഒരു നിലപാടൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് സംസ്ഥാന വ്യാപകമായി ഞങ്ങൾ എല്ലാ സർവകലാശാലയും തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നതാണ്. എവിടെയും അവർക്ക് മത്സരിക്കാം. അതൊക്കെ അവരുടെ തീരുമാനമാണ്. അവർക്ക് ആളുകൾ ഉണ്ടാവുക, അതിനനുസരിച്ച് ഞങ്ങളാരും തടഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാകുമെന്ന് അവർ മുൻകൂട്ടി പോലീസിനെ അറിയിക്കുന്നു, നിങ്ങളെ അറിയിക്കുന്നു. അവരിവിടെ വന്ന് പോലീസുമായി മൽപ്പിടുത്തുന്നു. അവരുടെ ആവശ്യം പലതാണ്. ആദ്യം ഉള്ളിൽ കയറണമെന്നാവുന്നു, അത് ആദ്യം ഒരാളാവുന്നു, 3 ആളാവുന്നു, അത് കുറേ പേര് വേണമെന്ന് പറഞ്ഞു പരിപാടി സംഘടിപ്പിക്കണമാവുന്നു. ഇതിന്റെ വിഷയത്തിന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാവണം.
അതിൻ്റെ ഭാഗമായി സ്വയം ഒരു ഇരവാദം ഉണ്ടാക്കണം. അതിൻ്റെ ഭാഗമായി ഒരു തെറ്റായ പ്രതീതി സൃഷ്ടിപ്പിച്ച് കേരളത്തിലെമ്പാടുമുള്ള ക്യാമ്പസുകളിൽ വീണ്ടും SFIക്കെതിരെയായിട്ടുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കണം. ഇതാണ് ശ്രമം. ഈ ശ്രമത്തിന് നിങ്ങളും കൂടാൻ ചൂടുന്നു എന്നുള്ളത് നിർഭാഗ്യവശാൽ ഞങ്ങൾ കാണുകയാണ്, സാക്ഷിയാവുകയാണ്, മുഖസാക്ഷിയായി ഞങ്ങളത് കാണുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ ഒരു ബൈറ്റ് പോലും നിങ്ങൾ ആ പയ്യനെ എന്റെ ഓണറല്ല വിഷയം, എന്റെ ഓണറല്ല വിഷയം. നിങ്ങൾ ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തനം മനസ്സിലാക്കണം. എന്റെ ഓണറല്ല വിഷയം. നിങ്ങൾ ഈ പറഞ്ഞ ആക്രമിക്കപ്പെട്ട ആളുകൾ എന്ന് പറയുന്ന ഘട്ടത്തിൽ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് SFIക്കാരാണ്. 3-4 പേര് അതിന്റെ ഭാഗമായി ഇപ്പൊ പരിക്കേൽക്കപ്പെട്ട് ആശുപത്രിയിലുണ്ട്. നിങ്ങളിപ്പോ പോലീസ് അതിനു മുമ്പ് കല്ലെടുത്താണ് അവർ നിങ്ങൾ കാണേണ്ടത്. ജില്ലയിലെ മുഴുവൻ KSUവിന്റെ ഗുണ്ടാ സംഘങ്ങളും അതിൽപ്പെടുന്ന നേതാക്കന്മാരും എല്ലാവരും ഇവിടെ ഉണ്ട്. നിങ്ങളുടെ അവരുടെയൊക്കെ ക്രിമിനൽ റെക്കോർഡ് പരിശോധിക്കണം. ഇവരൊക്കെ പല കേസുകളിലും SFI പ്രവർത്തകരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് കേസിൽ പ്രതികളാണ്. അവരിവിടെ വരുമ്പോൾ സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിനോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാക്കാനാണ് അവർ വരുന്നത്. സ്വാഭാവികമായിട്ട് അത് നമുക്ക് ഒഴിവാക്കാം. അത് ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതിനത് പറ്റില്ല. അവർ പറയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറണം എന്നുള്ള വാശിയും മേലും നിങ്ങളെയും കൂടി കൊണ്ടുവന്നുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ഞങ്ങൾ വരുന്നതിന് ഞങ്ങളൊന്നും അവർ വരുന്നത് ഞങ്ങളൊന്നും പറഞ്ഞില്ല. ഇവിടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ബന്ധപ്പെട്ട് ഒരു സമരം അതെ, അവർ വരണ്ടെന്ന് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞിട്ടില്ലാന്നേ. നിങ്ങൾ എന്താണ് പറയുന്നത്? അവർ വരണമെന്ന് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞില്ല. നിങ്ങൾ ഭയങ്കര പ്രതീതി സൃഷ്ടിക്കുകയാണ്, ഒരു തെറ്റായ പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. നിങ്ങൾ കുറെ ഷർട്ട് വലിച്ചു കീറിയിട്ടോ സ്വയം വലിച്ചു കീറിയിട്ടോ കുറച്ച് അവിടെ ഇവിടെ മണ്ണാക്കിയിട്ടോ പല വിധത്തിലുമുള്ള ഒരു വലത് രാഷ്ട്രീയത്തിന്റെ ഒരു ജീർണിച്ച സ്വഭാവത്തെ ഉയർന്ന രൂപമാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളത് ഓൺലൈനിൽ കൊണ്ടുപോകുന്നത് നിങ്ങളുടേതായിട്ടുള്ള മീഡിയ പൊളിറ്റിക്സ്. അല്ല, അത് അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ പരിശോധിക്കൂ. ബോഡി നശിപ്പിച്ചിട്ടാണോ സംഘർഷം തുടങ്ങിയിട്ടുള്ളത്? ആരും തുള്ളിക്കേറി വന്നിട്ട് SFIക്കാർ ആക്രമിച്ചത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതിനകത്തുള്ള വിഷയം സംഘർഷം തുടങ്ങിയത് എപ്പോഴാണെന്നുള്ളതാണ്. നിങ്ങളിങ്ങനെ അനാവശ്യമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്കല്ല ഞങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും KSUവിന്റെ പ്രവർത്തകരെ ആക്രമിക്കാനോ മറ്റെവിടെയും പോയിട്ടില്ല.